ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. നേരത്തെ പ്രമുഖ ക്രിക്കറ്റ് മാധ്യമ പ്രവർത്തകനായ രോഹിത് ജുഗ്ലാൻ ഹാർദിക് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിരുന്നു. അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഹാർദിക് പാണ്ഡ്യ കൊൽക്കത്തയിലേക്ക് പോവുകയാണ്, ചെന്നൈ സൂപ്പർ കിങ്സിന് അദ്ദേഹത്തെ ലഭിച്ചില്ല എന്ന ഒരു റൂമറായിരുന്നു രോഹിത് ജുഗ്ലാൻ പങ്കുവച്ചിരുന്നത്. ഇതിന് പിന്നാലെ മറ്റൊരു റൂമർ കൂടി അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഒരിക്കൽ കൂടി ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും ട്രേഡ് ടോക്കുകൾ നടത്തുന്നു എന്നാണ് രോഹിത് ജുഗ്ലാൻ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നൽകിയിട്ടില്ല. പക്ഷേ താരങ്ങളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും നടത്തുന്നു എന്നാണ് രോഹിത് ജുഗ്ലാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റൂമർ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് ഉർവിൽ പട്ടേലിനെ കൈമാറിക്കൊണ്ട് സായ് കിഷോറിനെ കൊണ്ടുവരാനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് റൂമർ. ഇത് ഒഫീഷ്യൽ ഒന്നുമല്ല, കൺഫേം ആയിട്ടില്ല, കേവലം റൂമർ മാത്രമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് നല്ല ഒരു സ്പിന്നറെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് സായ് കിഷോറിനെ അവർ പരിഗണിക്കുന്നത്. അതേസമയം ഗുജറാത്ത് ടൈറ്റൻസിന് നല്ല ഒരു എക്സ്പ്ലോസീവ് മിഡിൽ ഓർഡർ ബാറ്ററെ ആവശ്യമുണ്ട്, അതുകൊണ്ട് അവർ ഉർവിൽ പട്ടേലിനെയും പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഉർവിൽ പട്ടേലിനെയും സായ് കിഷോറിനെയും പരസ്പരം കൈമാറാൻ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സായ് കിഷോറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ കേവലം 3 മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 1 വിക്കറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മാത്രമല്ല അവസരങ്ങൾ അദ്ദേഹത്തിന് കുറവായിരുന്നു. അങ്ങനെ കഴിഞ്ഞ സീസണിൽ തിളങ്ങാൻ സായ് കിഷോറിന് കഴിഞ്ഞിട്ടില്ല. ഉർവിൽ പട്ടേലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി 7 മത്സരങ്ങൾ കളിച്ച ഉർവിൽ പട്ടേൽ കഴിഞ്ഞ സീസണിൽ 129 റൺസ് നേടിയിട്ടുണ്ട്. 1 മത്സരത്തിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. സ്ഥിരതയില്ലാത്ത ഒരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു കണക്കുകൾ വരുന്നത്. ഏതായാലും റൂമറുകൾ മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതൊക്കെ രീതിയിലാണ് ഇക്കാര്യത്തിൽ പുരോഗതി ഉണ്ടാവുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.